ഒരു നിരീക്ഷകനെ റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ഇന്നലെ എൻ ലാൽകുമാർ അങ്ങ് പൊളിച്ചിട്ടുണ്ട്. ചില നിരീക്ഷകന്മാരെ പ്രത്യേക താല്പര്യത്തോടു കൂടി കൊണ്ടുവന്നിരുത്തും. വേറെ ഉദ്ദേശമൊന്നുമല്ല, പക്കാ സംഗീതരമോ പക്കാ ലീഗിസമോ പറയുന്നവരെ മാധ്യമപ്രവർത്തകനെന്ന മേലങ്കി അണിയിച്ചിരുത്തും. എന്നിട്ട് അയ്യോ അവരൊന്നും പറയല്ലേ, അവരെല്ലാം മഹാന്മാരാണ്, അവരെല്ലാം നിഷ്പക്ഷരാണ്. കാര്യം ഈ അവതാരകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നിരീക്ഷകരെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ ചർച്ച ഇങ്ങനെയാണ്, ഈ രീതിയിൽ അതിനെ വളച്ചൊടിച്ചു കൊണ്ടുവരണം എന്ന ആവശ്യം മുന്നിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ കഥാപാത്രം കെട്ടിയാടാൻ വരുന്ന ചേക്കുട്ടിയെ ഇന്നലെ ലാൽകുമാർ പൊളിച്ചത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായിട്ടുണ്ട്. അതിൽ സ്മൃതിയുടെ മെഴുകലാണ് ഹൈലൈറ്റ്. പി ചെക്കുട്ടി പറഞ്ഞത് അദ്ദേഹത്തെ ഏതെങ്കിലും കളത്തിൽപ്പെടുത്തണ്ട, അദ്ദേഹം അവിടുത്തെ മുസ്ലിം ലീഗ് രാഷ്ട്രീയം കൃത്യമായി പഠിച്ച മാധ്യമപ്രവർത്തകരാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്, നമുക്ക് വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാതെ സംസാരിക്കാം. അദ്ദേഹത്തെ ഏതെങ്കിലും കളത്തിൽപ്പെടുത്തണ്ട, അദ്ദേഹം അവിടുത്തെ മുസ്ലിം ലീഗ് രാഷ്ട്രീയം കൃത്യമായി പഠിച്ച മാധ്യമപ്രവർത്തകരാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്, നമുക്ക് വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാതെ സംസാരിക്കാം. അദ്ദേഹത്തെ ഏത് കളത്തിൽപ്പെടുത്തണം എന്നുള്ളത് എന്റെ തീരുമാനമാണ്. കാര്യം ഞാനത് വ്യക്തമായി എടുത്തു പറഞ്ഞു. കഴിഞ്ഞ 15 വർഷത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹം CPM അനുകൂലമായ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിമർശനം നടത്തുന്നത്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന ആള് ഞാൻ വിമർശനം അന്വേഷിച്ച് അധിക്ഷേപിക്കുകയല്ല ചെയ്തത്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ ഇടത്തും വലത്തും എല്ലാം നോക്കുകയും ഒരു കാര്യത്തിൽ ഒരു പാർട്ടിക്ക് അനുകൂലമായി പറയുകയും ഒരു പാർട്ടിക്ക് എതിര് പറയുകയും ഒക്കെ താങ്കൾ നടത്തുന്ന രാഷ്ട്രീയ നിരീക്ഷണമാണ്. എനിക്ക് അതിനകത്ത് പറയുന്നതിനകത്ത് ഇതില്ല. പക്ഷെ ചേക്കുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 15 വർഷമായിട്ടെങ്കിലും CPM-ന് അനുകൂലമായിട്ട് ഒരു പോയിന്റും കണ്ടെത്താത്ത ഒരാളാണ്. അല്ല, താങ്കൾ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ചേക്കുട്ടിക്കെതിരെ അങ്ങനെ ഒരു ബോക്സിൽ കൊണ്ടിടേണ്ട കാര്യമില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞാണ്. ചേക്കുട്ടിയെ ഞാൻ ആ ബോക്സിൽ വെക്കുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. സിപിഎമ്മിനെ പിന്തുണയ്ക്കേണ്ട ഘട്ടങ്ങളിൽ പിന്തുണച്ച് പ്രതികരിക്കുന്ന, പ്രത്യേകിച്ച് ചില നേതാക്കളുടെ കാര്യത്തിൽ അവരെടുക്കുന്ന സമീപനത്തിലൊക്കെ അവരെ ശ്ലാഘിച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ കേൾക്കാത്തതായിരിക്കാം. എന്നാന്നറിയത്തില്ല, കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അത് പോട്ടെ, 15 വർഷമൊന്നും അല്ല. നീ പോട്ടെ, പറഞ്ഞോളൂ, നമുക്ക് വിഷയം മാറ്റണ്ട. പോട്ടെ, ശരിയാ. അല്ലല്ല, അത് അങ്ങനെ പറയാനൊരു അഭിപ്രായം എനിക്കില്ലേ. നമുക്ക് എണ്ണിപ്പെറുക്കി മിച്ചറിനകത്തുനിന്ന് കപ്പലിന്റെ പെറുക്കുന്ന പോലെ ചിലപ്പോൾ 1-2 പെറുക്കുമായിരിക്കും, കിട്ടുമായിരിക്കും കേട്ടോ, അത് ഞാൻ എതിർത്തില്ല. അത് പോട്ടെ. നമുക്ക് എണ്ണിപ്പെറുക്കി മിച്ചറിനകത്തുനിന്ന് കപ്പലിന്റെ പെറുക്കുന്ന പോലെ ചിലപ്പോൾ 1-2 പെറുക്കുമായിരിക്കും, കിട്ടുമായിരിക്കും കേട്ടോ, അത് ഞാൻ എതിർത്തില്ല. അത് പോട്ടെ. നമുക്ക് എണ്ണിപ്പെറുക്കി മിച്ചറിനകത്തുനിന്ന് കപ്പലിന്റെ പെറുക്കുന്ന പോലെ ചിലപ്പോൾ 1-2 പെറുക്കുമായിരിക്കും, കിട്ടുമായിരിക്കും കേട്ടോ, അത് ഞാൻ എതിർത്തില്ല. അത് പോട്ടെ. അയ്യോ ഒന്നും പറയല്ലേ, അദ്ദേഹം മഹാനാണ്, അദ്ദേഹം എല്ലാത്തിനെ കുറിച്ചും പഠിച്ചു വച്ചിരിക്കുന്ന ആളാണ്, നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ആക്ഷേപങ്ങൾക്ക്, അതായത് ഒരർത്ഥവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയ വിരോധം മുഴുവൻ കലർത്തി പറയുന്ന വാചകങ്ങളെ നിങ്ങൾ തിരിച്ച് വിമർശിക്കല്ലേ. എനിക്ക് നല്ലപോലെ കഴിഞ്ഞ കുറേ കാലമായിട്ട് അറിയാമെന്നുള്ളൊരു മുൻകൂർ ജാമ്യം എടുത്തു കൊടുത്തു. അതിന് കൊടുത്ത മറുപടിയാണ് ഒരു 1.5 മറുപടിയായിട്ട് നിങ്ങൾ കേട്ടില്ലേ? മിച്ചറിൻ്റെ ഇടയിൽ നിന്ന് കപ്പലിൻ്റെ വറക്കം പോലെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ 15 വർഷമായിട്ടും ഒരു വ്യക്തി ആവർത്തിച്ച് ഇടതുവിരോധം മാത്രം പറയുന്നുണ്ടെങ്കിൽ, ഇടതുപക്ഷത്തെ മാത്രം വിമർശിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് നിരീക്ഷകനാണ്? ഏത് ഗണത്തിൽപ്പെടുന്ന നിരീക്ഷകനായിരിക്കും? കേരളത്തിൽ വംശനാശം സംഭവിക്കാത്ത ഒരു വിഭാഗം നിരീക്ഷകരേ ഉള്ളൂ, അത് ഇടതുവിരോധ നിരീക്ഷകരാണ്. അത് മാധ്യമങ്ങൾ ഇങ്ങനെ നിരീക്ഷക പേരൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അവരുടെ ചർച്ചയിൽ സ്വതന്ത്ര നിലപാടെന്നുള്ള നിലയ്ക്ക് വലതുപക്ഷ ആശയം പറയുന്നവരെ, അല്ലെങ്കിൽ ഇവർക്ക് ഉത്തരം മുട്ടുന്നിടത്ത് ആങ്കറിനെ ന്യായീകരിച്ച് സംസാരിക്കാൻ വേണ്ടി കൊണ്ടിറക്കുന്ന ഐറ്റങ്ങളെ ഇങ്ങനെ തന്നെയാണ് പൊളിക്കേണ്ടത്. ഇങ്ങനെയുള്ള കപടന്മാരെയൊക്കെ നാട്ടുകാർ അറിയേണ്ടിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകൻ എന്ന പേരിലൊക്കെ പഴയ ലീഗ് മനസ്സുകാരനെ കൊണ്ടുവന്നിരുത്തി ഇതൊക്കെ പറയിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാൽ ചില കാര്യങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, ഒപ്പം ഞങ്ങളുടെ ചാനൽ ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് വരുത്തുക. ഈ 2 നാടകത്തെയാണ് ഇന്നലെ പൊളിച്ചടുക്കി കൈ കൊടുത്തത്. പി ചെക്കുട്ടി പറഞ്ഞത് അദ്ദേഹത്തെ ഏതെങ്കിലും കളത്തിൽപ്പെടുത്തണ്ട, അദ്ദേഹം അവിടുത്തെ മുസ്ലിം ലീഗ് രാഷ്ട്രീയം കൃത്യമായി പഠിച്ച മാധ്യമപ്രവർത്തകരാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്, നമുക്ക് വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാതെ സംസാരിക്കാം. അദ്ദേഹത്തെ ഏതെങ്കിലും കളത്തിൽപ്പെടുത്തണ്ട, അദ്ദേഹം അവിടുത്തെ മുസ്ലിം ലീഗ് രാഷ്ട്രീയം കൃത്യമായി പഠിച്ച മാധ്യമപ്രവർത്തകരാണ്, മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്, നമുക്ക് വ്യക്തിപരമായി ആരെയും ആക്ഷേപിക്കാതെ സംസാരിക്കാം. അദ്ദേഹത്തെ ഏത് കളത്തിൽപ്പെടുത്തണം എന്നുള്ളത് എന്റെ തീരുമാനമാണ്. കാര്യം ഞാനത് വ്യക്തമായി എടുത്തു പറഞ്ഞു. കഴിഞ്ഞ 15 വർഷത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹം CPM അനുകൂലമായ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിമർശനം നടത്തുന്നത്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന ആള് ഞാൻ വിമർശനം അന്വേഷിച്ച് അധിക്ഷേപിക്കുകയല്ല ചെയ്തത്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞാൽ ഇടത്തും വലത്തും എല്ലാം നോക്കുകയും ഒരു കാര്യത്തിൽ ഒരു പാർട്ടിക്ക് അനുകൂലമായി പറയുകയും ഒരു പാർട്ടിക്ക് എതിര് പറയുകയും ഒക്കെ താങ്കൾ നടത്തുന്ന രാഷ്ട്രീയ നിരീക്ഷണമാണ്. എനിക്ക് അതിനകത്ത് പറയുന്നതിനകത്ത് ഇതില്ല.
പക്ഷെ ചേക്കുട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 15 വർഷമായിട്ടെങ്കിലും CPM-ന് അനുകൂലമായിട്ട് ഒരു പോയിന്റും കണ്ടെത്താത്ത ഒരാളാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിലൂന്നി സംസാരിക്കുന്നതല്ലേ നല്ലത്? അല്ല, താങ്കൾ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ചേക്കുട്ടിക്കെതിരെ അങ്ങനെ ഒരു ബോക്സിൽ കൊണ്ടിടേണ്ട കാര്യമില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞാണ്. ചേക്കുട്ടിയെ ഞാൻ ആ ബോക്സിൽ വെക്കുന്നുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് CPM-നെ പിന്തുണയ്ക്കേണ്ട ഘട്ടങ്ങളിൽ പിന്തുണച്ച് പ്രതികരിക്കുന്ന, പ്രത്യേകിച്ച് ചില നേതാക്കളുടെ കാര്യത്തിൽ അവരെടുക്കുന്ന സമീപനത്തിലൊക്കെ അവരെ ശ്ലാഘിച്ചുകൊണ്ട് പ്രതികരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. താങ്കൾ കേൾക്കാത്തതായിരിക്കാം. എന്താണെന്നറിയത്തില്ല. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അത് പോട്ടെ. 15 വർഷമൊന്നും അല്ല. നീ പോട്ടെ, പറഞ്ഞോളൂ. നമുക്ക് വിഷയം മാറ്റണ്ട. പോട്ടെ, ശരിയാ. അല്ലല്ല, അത് അങ്ങനെ പറയാനൊരു അഭിപ്രായം എനിക്കില്ലേ. നമുക്ക് എണ്ണിപ്പെറുക്കി ഈ മിച്ചറിനകത്തുനിന്ന് കപ്പലിന്റെ പെറുക്കുന്ന പോലെ ചിലപ്പോൾ 1-2 പെറുക്കുമായിരിക്കും, കിട്ടുമായിരിക്കും കേട്ടോ. അത് ഞാൻ എതിർത്തില്ല. അത് പോട്ടെ. നമുക്ക് എണ്ണിപ്പെറുക്കി ഈ മിച്ചറിനകത്തുനിന്ന് കപ്പലിന്റെ പെറുക്കുന്ന പോലെ ചിലപ്പോൾ 1-2 പെറുക്കുമായിരിക്കും, കിട്ടുമായിരിക്കും കേട്ടോ. അത് ഞാൻ എതിർത്തില്ല. അത് പോട്ടെ. നമുക്ക് എണ്ണിപ്പെറുക്കി ഈ മിച്ചറിനകത്തുനിന്ന് കപ്പലിന്റെ പെറുക്കുന്ന പോലെ ചിലപ്പോൾ 1-2 പെറുക്കുമായിരിക്കും, കിട്ടുമായിരിക്കും കേട്ടോ. അത് ഞാൻ എതിർത്തില്ല. അത് പോട്ടെ.